ലിത്വാനിയൻ പൗരൻ അലക്സേജ് ബെസിക്കോവിനെ വർക്കല പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. ലോകം മുഴുവൻ വലിയ വാർത്തയാണിത്. കേരള പോലീസാണ് ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. ഇയാളെ അമേരിക്കൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനും യൂറോപ്യൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനും ഒക്കെ ഇയാളെ വാണ്ടഡാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇയാൾ ഒളിവിലാണ്. ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അയാൾ ലോകത്തിലുള്ള എല്ലാ ലഹരി മരുന്ന് കടത്തുകാരെയും അതിൻ്റെ ഇടപാടുകളും അതുപോലെ കുട്ടികളുടെ അശ്ലീല വീഡിയോകളുടെ ഇടപാടുകളൊക്കെ ഡാർക്ക് വെബിൽ കൂടെ നടത്തുന്ന ആളാണ്. ഇദ്ദേഹം ലോകത്തെ ഏകദേശം 600 വെബ്സൈറ്റ് സെർവർ ഹാക്ക് ചെയ്തെന്നാണ് പറയുന്നത്. ലോകം മുഴുവനുള്ള വെബ്സൈറ്റുകൾ അത് നമുക്കറിയാം. ചില വെബ്സൈറ്റുകൾ പല കമ്പനി വൈസ്ഡ് ഉണ്ട്, രാജ്യത്തിൻ്റെ അതായിട്ടുണ്ട്, ചില രജിസ്റ്റേർഡ് കമ്പനികളുടെ ആയിട്ടുണ്ട്. പിന്നെ ലോകത്തിലെ വലിയ വലിയ ചില കമ്പനികൾ ഇലക്ട്രിസിറ്റി വിതരണം, അപ്പോൾ അതുപോലെ തന്നെ ശുദ്ധജല വിതരണം, അതൊക്കെ പ്രൈവറ്റ് ചില കോൺട്രാക്ടേഴ്സാണ് നടത്തുന്നത്. അവരുടെ വെബ്സൈറ്റുകളിൽ കോടിക്കണക്കിന് രൂപ വന്നുകൊണ്ടിരിക്കും. ആ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുകയാണ്. അങ്ങനെ 600ഓളം വെബ്സൈറ്റുകൾ യൂറോപ്പിലെയും നോർത്ത് അമേരിക്കയിലെയും അതുപോലെ ചൈനയിലെയും റഷ്യയിലെയും അങ്ങനെ പല സ്ഥലത്തെയും ഹാക്ക് ചെയ്തു. ഇയാളൊരു സുഹൃത്തുമാണ് ഇത് ഹാക്ക് ചെയ്തിരിക്കുന്നത്. ഇയാൾ എന്നിട്ട് ഒളിവിൽ 6 വർഷമായി നമ്മുടെ വർക്കലെ തന്നെയുണ്ട്. അവിടെ വലിയ പിശുക്കനായിട്ടാണ് അറിയപ്പെടുന്നത്. റഷ്യക്കാരനാണ്. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തു. ഒരു വർഷം 3 ലക്ഷം രൂപ വാടക. 2 നില വീടാണ്. ഇയാൾക്ക് റഷ്യയിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഇഷ്ടം പോലെ ഗസ്റ്റുകൾ വരും. എങ്കിലും 6 പിശുക്കനായിട്ടാണ് അതിൻ്റെ ഉടമസ്ഥൻ സലീം പറയുന്നത്. കാരണം എല്ലാ പണികളും സ്വന്തമായിട്ട് ചെയ്യും. ഇയാൾ സലീമിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് $20 ദിവസ വരുമാനമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ടാണ് ഇയാൾ. പക്ഷേ ഇപ്പം വാർത്ത വരുന്നത് ഇയാളുടെ സുഹൃത്തും കൂടെ ലോകത്തിലെ പല വെബ്സൈറ്റുകളും ഹാക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന പണങ്ങളെല്ലാം ഇവർ സാധാരണഗതിയിൽ നമ്മളൊക്കെ ബാങ്കിൽ സൂക്ഷിക്കുന്ന പോലെയല്ല. ഈ ലിത്വാനിയൻ്റെ എല്ലാ ഇടപാടുകളും ഡാർക്ക് വെബിൽ കൂടെയാണ്. പക്ഷേ ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് കറൻസി അല്ല, അവർ ക്രിപ്റ്റോ കറൻസിയാണ് ഉപയോഗിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി ലോകത്ത് ഒരിടത്തും, പ്രത്യേകിച്ച് ഒരു രാജ്യങ്ങളിൽ ഇത് സ്വീകരിക്കില്ല. ഇന്ത്യയിൽ ഒരിക്കലും ഇത് സ്വീകരിക്കില്ല. പക്ഷേ ക്രിപ്റ്റോ കറൻസിയിലെ ഇയാളുടെ ഇയാളുടെ പാർട്ട്ണർ മിറ എന്ന് പറഞ്ഞ അയാൾ മിറ സെർവോദ്യൂ എന്നാണ്. ആ മിറ എന്ന ആൾക്ക് ഏകദേശം 1.60 ലക്ഷം കോടി ഡോളറിൻ്റെ സ്വത്ത് അയാൾക്കുണ്ട്. ഇയാൾ റഷ്യയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. റഷ്യയിലെ ഇയാൾ അവിടുത്തെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ട് പഠിച്ചത് ആളാണ്. അപ്പോൾ ഇയാളുടെ സുഹൃത്ത് അവിടെയുണ്ട്. അവർ രണ്ടുപേരും കൂടിയാണ് ഒരു ഡാർക്ക് വെബിലെ വെബ്സൈറ്റിലെ 1-2 വലിയ വലിയ കമ്പനികൾ നടത്തുന്നുണ്ട്. അത് ക്രിപ്റ്റോ കറൻസിയാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ. പണം കൊടുക്കുന്നതെല്ലാം ക്രിപ്റ്റോ കറൻസിയിലായിരിക്കണം. ഏതായാലും അതുകൂടാതെ ഇവർ പണം ഉണ്ടാക്കുന്ന ഒരു മാർഗം കുട്ടികളുടെ അശ്ലീലം വെബ്സൈറ്റിൽ ഇവരുടെ ഡാർക്ക് വെബിൽ ലഭിക്കും. അതുപോലെ തന്നെ ലഹരി കടത്തിനും ഇവർ കൂട്ടുനിൽക്കും. അങ്ങനെയാണ് ഇവരെ ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒരാളായി കണക്കാക്കുന്നതും. അയാളുടെ പാർട്ട്ണറും റഷ്യയിൽ തന്നെ ഉണ്ട് എന്ന് കരുതുന്നു. എന്തായാലും ഒളിവിലായിട്ട് 6 വർഷമായിട്ട് ഇങ്ങനെ പല രാജ്യങ്ങളിൽ മാറി താമസിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം നമ്മുടെ കേരളത്തിലെ വർക്കലയിൽ വന്ന് 6 വർഷം കൊണ്ട് താമസിക്കുന്നുണ്ട്. ഇയാളുടെ ഭാര്യ യൂലിയ ഉണ്ട്, കൂടെ ഒരു കുട്ടിയുണ്ട്. ഇയാളുടെ ബന്ധുക്കൾ പലരും റഷ്യയിൽ നിന്ന് വരും, ഇവിടെ താമസിക്കും. ഇയാൾ വീട്ടിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. ആ വാടക വീടിൻ്റെ മുൻവശത്തെ പുല്ല് വരെ ഇയാളാണ് പറിക്കുന്നത്. വേറൊരാളെ ഇയാൾ എൻഗേജ് ചെയ്യില്ല. ഇയാൾക്ക് ഒരു സാധാരണ 800 രൂപയുടെ ഒരു മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ. കാരണം അതിനകത്ത് ഇൻ്റർനാഷണൽ കോൾ പോകുന്നത് അതിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മൊബൈൽ ഉണ്ടെന്ന് ഇയാൾ പറയുന്നില്ല, ആരും കണ്ടിട്ടുമില്ല. ഇയാൾ ഉപയോഗിക്കുന്നത് 800 രൂപയുടെ ഒരു ചെറിയ മൊബൈൽ ഫോൺ. 6 പിശുക്കനായിട്ട് അറിയപ്പെടുന്നത്. ഒരാളെയും ജോലിക്കോ വീട്ടിലോ ഒന്നും നിർത്തൂല്ല. കാരണം അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. ഇയാളുടെ മൂവ്മെൻറ്റ് അറിയാതിരിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം അത്.
എന്ന് പറഞ്ഞാൽ ഒരു സീറോ കോണ്ടാക്റ്റുകാരനാണ് ഈ അറിയപ്പെടുന്നത്. ആരുമായിട്ട് ബന്ധമില്ല ഇയാൾക്ക്. റഷ്യൻ പൗരനായ അലക്സാണ്ടർ മിറ സെർദ എന്ന് പറഞ്ഞ ആളാണ് ഇയാളുടെ സുഹൃത്ത്. അയാളും ഇയാളും കൂടിയാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത്. ഇന്ത്യയിലെ നമ്മുടെ CBIയും FIUവും ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റും ഒക്കെ ഇയാളെപ്പറ്റി അന്വേഷിക്കുകയായിരുന്നു. ഇയാളെപ്പറ്റി ഇപ്പം വർക്കല പോലീസ് പിടിക്കാൻ കാരണം BBC ഒരു 4-5 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു. കാരണം ഡാർക്ക് വെബ് ആയ അയാൾ സമ്പാദിക്കുന്ന ക്രിപ്റ്റോ കറൻസിയിൽ സമ്പാദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനത്തെപ്പറ്റിയും ഇയാളുടെ ഫോട്ടോ സഹിതം അത് ഒരു പ്രസിദ്ധീകരണത്തിലെ യൂറോപ്പിലെ അതുപോലെ അമേരിക്കയിലെയും ചില വാർത്തകളാണ് ഇയാളെ കുഴപ്പത്തിലാക്കിയത്. എല്ലാ ദിവസവും തൻ്റെ ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ ID മാറ്റിക്കൊണ്ടിരിക്കും. അത് വേറെ പ്രത്യേകത. കാരണം ക്രിപ്റ്റോ കറൻസിയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ID വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അത് പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഡെയിലി ഒരു ദിവസം ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ്റെ ID അടുത്ത ദിവസം വേറെ ആയിരിക്കും. അതുകൊണ്ട് ആരാണ് ഇത് ചെയ്യുന്നതെന്ന് യാതൊരു തരത്തിലും ലഭിക്കാൻ സാധ്യതയില്ല. വളരെ സൂക്ഷിച്ചാണ് ഇത്രയും വർഷം ഇയാളുടെ സുഹൃത്തിൻ്റെയും സഞ്ചാരങ്ങൾ മുഴുവൻ. ഇയാളുടെ ആസ്തി 1.60 അത്രയും ലക്ഷം കോടി രൂപയാണ്. അപ്പം അയാൾ ക്രിപ്റ്റോ കറൻസിയിൽ എത്ര രൂപ ഉണ്ടാക്കിയെന്ന് നമുക്ക് മനസ്സിലായി. പോലീസ് ഇയാളെപ്പറ്റി യൂറോപ്യൻ പോലീസും അതുപോലെ അമേരിക്കനും അതുപോലെ ലോകത്തിലെ ഇൻ്റലിജൻസുകാരെല്ലാവരും ഇയാളുടെ പുറകെയായിരുന്നു. പക്ഷേ എവിടെയാണ് ഇയാൾ താമസമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ വർക്കല പോലീസിൽ എന്തോ അവർ BBC-യുടെ ഈ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അവിടുത്തെ SPയും ആൾക്കാരും ഒക്കെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം 6 വർഷമായിട്ട് അവിടെ താമസിച്ചിട്ട് ഇയാളെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ നോക്കില്ല. 2 നില വീട്ടിലാണ്, പലരും വന്നു പോകും. ഈ BBC-യിൽ ഈ വാർത്ത വന്നു പറഞ്ഞാൽ ഇയാളുടെ ഭാര്യ സെലിനെയും ഇയാളുടെ മകനെ അപ്പോൾ തന്നെ റഷ്യയിലേക്ക് പറഞ്ഞു വിട്ടു. ഇയാൾ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ. ഇയാളും പോകാനുള്ള തത്രപ്പാടിലായിരുന്നു. അതിനു മുമ്പ് പിടി വീണ് കഴിഞ്ഞു. ഇയാൾ ഡൽഹി പോയിട്ട് ആ വഴി അങ്ങ് പോകാൻ തന്നെ എല്ലാം റെഡിയായിട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പിടി വീണിരിക്കുന്നത്. ഏതായാലും അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ റഷ്യൻ എംബസിയിൽ നിന്ന് നിയമസഹായത്തിന് വക്കീലുമായിട്ട് അവർ വന്നു കഴിഞ്ഞു. റഷ്യ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഇയാളുടെ റഷ്യയുമായിട്ടുള്ള ലേസൺ എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഒരു റഷ്യൻ പൗരനെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പം റഷ്യൻ എംബസി ഇടപെട്ട് ആ സെക്കൻഡ് തന്നെ അഡ്വക്കേറ്റായിട്ട് ജാമ്യത്തിൽ ഇറക്കാനായിട്ട് വന്നിരിക്കുന്നു. ഏതായാലും ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന പല ഏജൻസികളും ആ വാർത്തകൾ BBC കൂടെ വന്നപ്പോഴാണ് ലോകമെങ്ങും ഇങ്ങനൊരാൾ ഉണ്ടായിരുന്നെന്നും ഇവർ റഷ്യൻ പൗരനാണെന്നും ലിത്വേനിയൻ ഇയാൾ ജനിച്ച വളർന്ന സ്ഥലം അവിടെയാണെങ്കിലും അത് റഷ്യൻ ഫെഡറേഷനിൽപ്പെട്ട സ്ഥലം തന്നെയാണ്. ലാറ്റ്വിറ്റിയ, ലിത്വേനിയനൊക്കെ റഷ്യൻ ഫെഡറേഷൻ്റെ ഭാഗം തന്നെ. അവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. അവസാനം മോസ്കോയിലാണ് ഇയാളുടെ സ്ഥിരതാമസം. ഇവിടെ നിന്ന് വർക്കലയിൽ നിന്ന് റഷ്യയിൽ പോയ ആരോ ആയിട്ട് അടുപ്പമുള്ള ഇയാളുടെ വീടും പരിസരമൊക്കെ കണ്ടു. അന്നേരം കണ്ട് അവിടുത്തെ അറിവ് ഇയാൾ 2 ഷിപ്പിംഗ് കമ്പനിയുടെ ചെയർമാനാണ്. അതുകൂടാതെ ഇയാളുടെ വീടിനടുത്തുള്ള ആ കെട്ടിടങ്ങളും അത് മുഴുവൻ കണ്ട് 2 വലിയ കമ്പനികൾ അവിടെ നടക്കുന്നു. ലോകത്തിലെ പല സ്ഥലത്തും ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ അല്ലെങ്കിൽ റഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ടാണ് ഇവിടെ നിന്ന് വർക്കലയിൽ നിന്ന് പോയ 1-2 സുഹൃത്തുക്കൾ. കാരണം ഇയാൾക്ക് അത് വരെ ഒഴിവാക്കാൻ പറ്റാതെ വന്നു. അവിടെ പോയപ്പോൾ ഇയാളുടെ വീട്ടിൽ കൊണ്ടുപോകേണ്ടി വന്നു. എന്തായാലും ഇപ്പം ഇന്റർപോൾ ഇടപെട്ടിരിക്കുന്ന ഇയാളെ വർഷങ്ങളായിട്ട് ഇന്റർപോൾ തിരയുകയായിരുന്നു. US രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം തികയായിരുന്നു. പക്ഷേ 6 വർഷത്തിന് ശേഷം കേരള പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതായാലും കേരള പോലീസിനെയും അതിന് നേതൃത്വം കൊടുത്തവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരള പോലീസിൻ്റെ ഇൻ്റലിജൻ്റായ ആ മൂവ്മെൻറ്റ്, പ്രത്യേകിച്ചും വേൾഡ് മുഴുവനുള്ള ഇതുപോലുള്ള ക്രിമിനൽസുകളും ഇതുപോലുള്ള ആൾക്കാരുടെയും സഞ്ചാരം നമ്മളും ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടുത്തെ ഇൻ്റലിജൻസും അതുപോലെ അവിടുത്തെ SP അല്ലെങ്കിൽ ആ പോലീസ് ഓഫീസേഴ്സും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ അവരുടെ ലഭിക്കുന്ന ID വെച്ചിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ വാണ്ടഡായ ഈ ലിത്വേനിയൻ പൗരൻ അലക്സേജ് ബെസിക്കോവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് കേരള പോലീസിന് സാധിച്ചത്.